നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില ആളുകൾക്ക് പോസ്റ്റ് ഓഫീസിൽ വഴി ആധാർ കാർഡ് ലഭിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും 100 രൂപ കൊടുത്ത് ഒരു PVC കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് പതിവ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വെള്ള PVC കാർഡ് ആധാർ കാർഡ് ലഭിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങുമോ, അതല്ലെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ എന്നിങ്ങനെ പല സംശയങ്ങളും കൂട്ടുകാർക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താലും നമുക്ക് ചിലപ്പോൾ ആധാർ കാർഡ് ലഭിക്കാറില്ല. അത് പലർക്കും പല കാരണം കൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്തിട്ടും ആധാർ കാർഡ് ലഭിക്കാത്തത്. ഒട്ടുമിക്ക ആളുടെയും ആധാർ കാർഡ് അവിടെ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ടാകും. പോസ്റ്റൽ സർവീസ് അത് ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായി പോസ്റ്റൽ ഡെലിവറി ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, അപ്രൂവ്ഡ് എന്ന മെസ്സേജ് വരും. ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തൊട്ടടുത്തുള്ള നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആധാർ കാർഡ് ലഭിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ 50 രൂപ ഫീസ് അടച്ച് ഒരു PVC ആധാർ കാർഡിന് ശ്രമിക്കാം. അതും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ കൈകളിലെത്തുന്നതാണ്. അങ്ങനെയുള്ള ആധാർ കാർഡ് അവർ കറക്റ്റായി തന്നെ പോസ്റ്റൽ ഡെലിവറി ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തില്ല എന്ന് കരുതി നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ആകാതിരിക്കുന്നില്ല. നമ്മുടെ പെൻഷൻ അടക്കമുള്ള ഒരു ആനുകൂല്യവും മുടങ്ങുകയുമില്ല. നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതോടുകൂടി തന്നെ സൈറ്റിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ മാറാനുള്ള അപേക്ഷയാണ് കൊടുത്തതെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഫോട്ടോ മാറി ക്ലിയർ ആയിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ ലഭിക്കുന്ന 100 രൂപ ഫീസ് അടച്ച് ലഭിക്കുന്ന കാർഡ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലെ QR കോഡ് വർക്ക് ചെയ്യാറില്ല, എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ QR കോഡ് വർക്ക് ചെയ്യുന്ന ആധാർ കാർഡ് റീപ്രിൻറ്റിന് അപേക്ഷ സമർപ്പിച്ച് 50 രൂപ ഫീസ് അടച്ച് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആധാർ കാർഡ് അത് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുമുണ്ട്. ഇപ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. പഴയ ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് പഴയ ആധാർ കാർഡിലെല്ലാം ജനനവർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അങ്ങനെയുള്ള ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡ് നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാതെ പെൻഷൻ മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കെടുത്ത ആധാർ കാർഡാണെങ്കിൽ, 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ, ഇപ്പോൾ കുട്ടികൾക്ക് 5 വയസ്സായി നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായിട്ടും 15 വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതും കുട്ടികളുടെ ഭാവി പഠിത്തത്തിനും സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നിർബന്ധമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.